വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവന്ദനങ്ങൾ. പരിശുദ്ധ ദൈവം നമ്മളെ ഈ പ്രഭാതത്തിൽ ഒന്നും കൂടി കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതകൾക്കായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കുകയില്ല. ദൈവം, സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി ഇത്രത്തോളം അത്ഭുതകരമായ അതിശയകരമായി നമ്മളെ ഈ ഭൂമിയിൽ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ എല്ലാ കൃപകൾക്കും നന്മകൾക്കുമായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാ തിരുവഴുത്തും ദൈവശ്വാസ്യമാകിയാൽ all scriptures is an inspiration of God. ദൈവം തൻ്റെ മക്കളെ ബലപ്പെടുത്തുകയും തൻ്റെ വചനത്താൽ ബലപ്പെടുത്തുകയും ഓരോ ദിവസവും ജീവിക്കേണ്ട ഓരോ വഴികളെയും ദൈവം നമുക്ക് തൻ്റെ വചനത്താൽ തുറന്നു തന്ന് ദൈവം നമ്മളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ദൈവം നമ്മളെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 4:1-2 ഞങ്ങളെ ക്രിസ്തേശുവിൻ്റെ ശുശ്രൂഷകരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. ഗ്രഹവിചാരകന്മാർ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. ദൈവം നമ്മളെയൊക്കെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഗ്രഹവിചാരകന്മാരാക്കിയിരിക്കുന്നു. നമ്മളെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ രാജ്യത്തിനാക്കി ദൈവം നമ്മളെയൊക്കെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നമുക്ക് വേണ്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് വിശ്വസ്തത. നമ്മൾ കർത്താവിൻ്റെ മുമ്പിലും ദൈവസഭയ്ക്കും ദൈവജനത്തിൻ്റെ മുമ്പിലും നമ്മൾ വിശ്വസ്തരായിരിക്കണം. ഈ കാലഘട്ടത്തിൽ വിശ്വസ്തന്മാരെ കണ്ടുകിട്ടുവാൻ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ വിരളമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണല്ലോ തിരുവചനത്തിൽ അതിനേറെ പ്രാഗൽഭ്യത്തോടെ അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ കൊരിന്ത്യ സഭയോട് തന്നെ അത് എഴുതുന്നത്. അവർ കൃപാവരങ്ങളിൽ ജ്വലിച്ച സഭയാണ്. അവർ അത്ഭുതവും അടയാളവും ഒക്കെ സഭകളിൽ നിരന്തരം നടന്നുകൊണ്ടിരുന്നു. പക്ഷെ അവരുടെ നടുവിൽ ദൈവം അവർക്ക് കൊടുത്ത വെളിപ്പാടിൽ, വചനത്തിൻ്റെ വെളിപ്പാടിൽ, വചനത്തിലുള്ള ഉറപ്പും ധൈര്യവും ഒക്കെ അതിൻ്റെ നടുവിൽ അവർ വിശ്വസ്തരായിരിക്കാൻ, അതിൻ്റെ ഗ്രഹവിചാരകന്മാരായിരിക്കാൻ, ദൈവസന്നിധിയിലും മനുഷ്യന്റെ മുമ്പിലും അവർ വിശ്വസ്തരായിരിക്കാൻ. ടു ബി ഫെയ്ത്ത്ഫുൾ അൺടു ഓൾ മാൻകൈൻഡ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ അതിനായി വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. ഈ ഭൂമിയിൽ നമ്മൾ എല്ലാവരും ദൈവസന്നിധിയിൽ വിശ്വസ്തരാകുമെങ്കിൽ ദൈവം നമ്മളെ അനേകർക്കൊരു അനുഗ്രഹമാക്കി തീർക്കുന്നത്. നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മൾ വിശ്വസ്തരാകുമെങ്കിൽ നമ്മുടെ സ്ഥാപനത്ത് നമ്മൾ ഒരു അനുഗ്രഹമാണ്. നമ്മുടെ ഭവനത്തിൽ നമ്മൾ മാതാപിതാക്കൾക്ക് ഒരു വിശ്വസ്തരായിരിക്കുമെങ്കിൽ, നമ്മുടെ മക്കളുടെ മുമ്പിൽ നമ്മൾ വിശ്വസ്തരാകുമെങ്കിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ വിശ്വസ്തരാകുമെങ്കിൽ നമ്മളെല്ലാം, നമ്മളുടെ എല്ലാ മണ്ഡലങ്ങളിലും ദൈവം അനുഗ്രഹിക്കാതിരിക്കത്തില്ല. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ ഈ വചനത്തിനായി നമ്മളെ തന്നെ ഒരുക്കാം. ഈ പ്രഭാതത്തിൽ ദൈവത്തെ ആരാധിപ്പാനായി നമ്മളെ തന്നെ ഒരുക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ വിശ്വസ്തരാക്കുവേണ്ടതിന്, നമ്മളെ ദൈവരാജ്യത്തിനും നമ്മുടെ കുടുംബങ്ങളിലും, നമ്മളെ പാർക്കുന്ന ദേശത്തും, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തും, നമ്മൾ പഠിക്കുന്ന അധ്യാപക സ്ഥാനത്തും എല്ലാം നമ്മൾ വിശ്വസ്തരായിരിക്കാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നല്ലോ. ഇതിൻ്റെ നടുവിൽ ദൈവം നമ്മളെ ഒരു അടയാളമായി, ഒരു വെളിച്ചമായി, ഒരു ഉപ്പാക്കി ദൈവം നമ്മളെയും നമ്മുടെ കുടുംബത്തെയും തീർക്കുന്ന ദൈവപ്രവൃത്തി ഈ പ്രഭാതത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മഹാപരിശുദ്ധനാം നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ കേൾക്കാൻ പോകുന്ന വചനത്തിനായി സ്തോത്രം. ഞങ്ങൾ അങ്ങേ ആരാധിപ്പാനായി കടന്നു പോകുന്നല്ലോ കർത്താവെ. അങ്ങേ ആരാധിക്കുന്ന തൻ്റെ ജനത്തിന്മേൽ അങ്ങയുടെ സാന്നിധ്യം പകർന്ന്
ദൈവം അവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യണം. അതേ കർത്താവ്, ഇന്ന് ഞങ്ങൾ കേൾക്കാൻ പോകുന്ന വചനത്തിനായി സ്തുതിക്കുന്നു. അതേ കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ വിശ്വസ്തരായിരിക്കാൻ, അതിൻ്റെ നടുവിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെടുത്തുവാൻ പരിശുദ്ധ ദൈവം ഈ പ്രഭാതത്തിൽ ഞങ്ങളിലും ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളിലും ഓരോ ജീവിതങ്ങൾ മേലും അതിൻ്റെ കരം നീട്ടി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിൻ നല്ല നാമത്തിൽ തന്നെ. സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങളെ നിയമാവുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച അങ്ങയുടെ മഹാസ്നേഹത്തിനായി നന്ദി പറയുന്നു. ആഴമായി അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചുവല്ലോ. ഞങ്ങൾ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി അങ്ങ് ഞങ്ങളെ നടത്തിയല്ലോ. ഞങ്ങളതിന് നന്ദി പറയുന്നു കർത്താവ്. ഞങ്ങൾക്ക് വർണ്ണിക്കാൻ നാവ് പോരാ കർത്താവ്. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. യേശു കർത്താവേ, ഇന്ന് പകലിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളെ തുടർന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുന്നു. ഞങ്ങളെ കാണുന്ന ഓരോ വ്യക്തികളുടെ മേലും അവരുടെ ഭവനങ്ങളുടെ ഉള്ളിൽ ഇന്ന് പകലിൽ ദൈവ സാന്നിധ്യം ചലിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഓരോ മക്കളുടെ മേലും ചലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വർണ്ണിച്ചിടാ വാക്കു പോരാ, വർണ്ണിച്ചിടാ പോരാ, വർണ്ണിച്ചിടാ വാക്കു പോരായേ, വർണ്ണിച്ചിടാ പോരായേ. ആഴമാർന്ന സ്നേഹമേ യേശു നൽകി നടത്തിടും. അളവില്ല ദാനത്തെ നാഥൻ നൽകി അങ്ങ് ഞങ്ങളെ അളവില്ലാത്ത ദാനങ്ങൾ തന്ന് ഞങ്ങളെ കർത്താവെ അനുഗ്രഹിച്ച അങ്ങയുടെ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ഞങ്ങളെ നിറയ്ക്കുവാൻ ഇന്ന് പകലിലും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ള കൊണ്ട് നന്ദി പറയുന്നു കർത്താവെ. വർണ്ണിച്ചിടാ വാക്കു പോരായേ, വർണ്ണിച്ചിടാ നാവു പോരായേ. ആഴമാർന്ന സ്നേഹമേ യേശു നൽകി നടത്തിയിടുന്നു. അളവിൽ ദാനത്തെ നാഥൻ നൽകി നാണിക്കുന്നു. വർണ്ണിച്ചിടാ വാക്കു പോരായേ, വർണ്ണിച്ചിടാ നാവു പോരായേ, വർണ്ണിച്ചിടാ വാക്കു പോരായേ, വർണ്ണിച്ചിടാ നാവു പോരായേ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ
സൗഖ്യദായകൻ എൻ യേശു, അടിപ്പിണരാൽ സൗഖ്യം നൽകി. ആശ്രയം നീ എന്റെ നാഥ, എത്ര മാധുര്യം ജീവിതത്തിൽ. ആശ്രയം നീ എന്റെ നാഥ, എത്ര മാധുര്യം ജീവിതത്തിൽ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾ. യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. നിത്യമാ സ്നേഹിച്ചെന്നെ തിരുനീണത്താൽ വീണ്ടെടുത്തു. ഉയർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനേ. ഉയർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനേ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾ. യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. ഇരുൾ തിങ്ങിയ പാതകളിൽ കാരൾ വിങ്ങിടും വേളകളിൽ, ഇരുൾ തിങ്ങിടും പാതകളിൽ കാരൾ വിങ്ങിടും വേളകളിൽ അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലൊരുവൻ. അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലൊരുവൻ. എല്ലാ ഭാരങ്ങളും ചുമക്കും, എന്നും താങ്ങി എന്നെ നടത്തും. എല്ലാ ഭാരങ്ങളും ചുമക്കും, എന്നും താങ്ങി എന്നെ നടത്തും. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കും എന്നെ നിത്യം. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കും എന്നെ നിത്യം. ഓ കർത്തൻ തൻ കരത്താൽ. ഓ ഇന്ന് പ്രമാദത്തിൽ ദൈവത്തിന്റെ ആത്മാവ്
ഹൃദയം നോക്കി വിളിച്ചു പറയുന്നു, നിന്റെ കണ്ണുനീരനെ മറികടന്ന് പോകാത്ത ദൈവ സാന്നിധ്യം. ഓ ഇന്ന് പകലിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ റൂമിനുള്ളിൽ ചലിക്കുന്നുവെന്ന്. കണ്ണുനീരിനെ മറികടാത്ത ദൈവ സാന്നിധ്യം. ഓ ഇന്ന് പകലിൽ ചില വ്യക്തികളുടെ മേൽ ചില രൂപാന്തരങ്ങൾ വരുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. റിസ്മിനിയാം ധനേഷ ഖേനിയാം ദരഗടക സിഗന ദരഗടക ശാന്തരഗടക സിയാന്തര. കരത്താ കണ്ണുനീർ തുടയ്ക്കും കാത്തുപാലി എന്നെ കർത്തൻ തൻ കരത്താ കണ്ണുനീർ തുടയ്ക്കും കാത്തുപാലി എന്നെ ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഇന്ന് പ്രഭാതത്തിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ ഒരു യോഗ്യതയും എനിക്ക് പറയാനില്ല, അങ്ങയുടെ കൃപയൊന്നു മാത്രമാണ് ഞാൻ ഇതുവരെ എത്തിയത്, എന്നെ ഇത്രത്തോളം നടത്തിയത് അങ്ങയുടെ കൃപയൊന്നു മാത്രമാണ് കർത്താവേ. പ്രഭാതത്തിൽ എത്ര പേർക്ക് അങ്ങനെ സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ കഴിയും? ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപ ഒന്നു മാത്രം യേശുവേ. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ എത്ര പേർക്ക് കരങ്ങളെ ചേർത്തടിച്ച് കർത്താവിനെ ആരാധിക്കാൻ കഴിയും? ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ ചേർത്ത് കരങ്ങളെ അടിച്ച് അന്യഭാഷയിൽ ആരാധിക്കാൻ കഴിയുന്നവർ നിങ്ങൾ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങുക. ഹല്ലേലൂയ. ഇന്ന് ഈ സമയത്ത് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞതുപോലെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ അത് ചലിക്കുന്നു. ചില ഭവനങ്ങളുടെ ഉള്ളിൽ ആമേൻ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. We thank you Jesus. ഗതസമനയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. ഗതസമനയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമ കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമ കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. എനിക്കായി മരിപ്പാൻ എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എനിക്കായി മരിപ്പാൻ എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു മാന്യതയും പറയാനില്ലായേ, ദയയൊന്നു മാത്രം യേശുവേ. ഒരു മാന്യതയും പറയാനില്ലായേ, ദയയൊന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, അങ്ങെ സ്നേഹിക്കുവാൻ അങ്ങെ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. അങ്ങെ സ്നേഹിക്കുവാൻ
അങ്ങ് സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. കൃപയാൽ 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 ചുമനം ധനവർദ്ധകനാദകലം ധരതേ നഗരഗനഗരഗനഗരിഗനഗലഗനഗരിഗനഗരേത് ദിമനാദകലം ധരതേ നഗരഗനഗരാധകരഗനഗരേത് ദുഗനോ ദുഗുരുമാനഗരഗതേരഗതകരം ചുഗനം ധുനവർദ്ധമനാദകലം ധരതേരെ ഓ ശമനാദേരഗനാധിഗനാധിഗനഗലം ധനവർദ്ധമനാദകലം ധരതേരെ. അവനാദ്യനും അന്ത്യനുമേ സ്നേഹത്തിനുറവിടമേ. അവനാദ്യനും അന്ത്യനുമേ ദിവ്യ സ്നേഹത്തിനുറവിടമേ. 10,000-ൽ അതിശ്രേഷ്ഠനവൻ സുസ്ഥ്യനാം വന്യനാം നായകൻ. 10,000-ൽ അതിശ്രേഷ്ഠനവൻ സുസ്ഥ്യനാം വന്യനാം നായകൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. കാൽവറി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. കാൽവറി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. യേശുരാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. യേശുരാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. ഇത്ര നല്ലവനാം പ്രിയനേ ഇത്തരയിൽ രുചിച്ചറിവാൻ. ഇത്ര നല്ലവനാം പ്രിയനേ ഇത്തരയിൽ രുചിച്ചറിവാൻ. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. എന്നെ തന്നരികിൽ ചേർക്കുവാൻ എത്രയും വേഗം വന്നിടും താൻ. എന്നെ തന്നരികിൽ ചേർക്കുവാൻ എത്രയും വേഗം വന്നിടും താൻ. പുത്തനാം ഭവനം എത്തി വിശ്രമിപ്പാൻ ആർത്തിയോടെ ഞാൻ കാത്തിരിപ്പൂ. പുത്തനാം ഭവനം എത്തി വിശ്രമിപ്പാൻ ആർത്തിയോടെ ഞാൻ കാത്തിരിപ്പൂ. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും ദമാനാദേരെ ദൂരാനഗരേ ദഗരം ദഗരം ദരദേരെ ജുമനാദഗലം ദരദാനഗരിഗനഗരേ ദഗലം ദരദാനഗരം ദരദേരെ. ഓ, ഇന്ന് പ്രഭാതത്തിൽ അന്യഭാഷയുള്ളവർ ചേർന്ന് അന്യഭാഷകളിൽ കർത്താവിനെ ആരാധിച്ചു തുടങ്ങട്ടെ. ഓ, ദൈവത്തിന്റെ മഹത്വം
ഹല്ലേലൂയ, രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകലിൽ ഭവനങ്ങളുടെ ഉള്ളിൽ ചലിച്ചു തുടങ്ങട്ടെ. മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവ സാന്നിധ്യം. ചുമനാദകലം ദരദാനകരികനകരകരം ദരദേനെ വിഗനാദകലം ദരദാനകരം ദരദാനകരികനാദികനെ ചുമനേദകലം ദുരവർദ്ധമനം ദരദാനകരികനകരകദാരകനകലാദകരം ദരദേനെ ചുമനസ്മനിയം ദരദാനകരികനാദികനാദികനാജകനാദികനകലം ദരവർദ്ധകനെ ചുമനകരാദകരം ദരദേനെ അതരസ്മനിയം ദരദാനകലകനകരകദകരികനകരേദേ. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ രോഗികളായിരിക്കുന്നവർ സൗഖ്യമായി തുടങ്ങട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വ ഭവനങ്ങളുടെ ഉള്ളിൽ ചലിക്കട്ടെ. ഹല്ലേലൂയ. ശൂന്യതകളെ നിറയ്ക്കുന്ന ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. നിന്റെ ശൂന്യതയെ നിറയ്ക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകലിൽ നിന്റെ ഭവനത്തിന്റെ ഉള്ളിൽ ചലിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ചിലരെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ ശൂന്യതകളെ നിറയ്ക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പ്രഭാതത്തിൽ ഭവനത്തിന്റെ ഉള്ളിൽ ചലിക്കുന്നു. ശൂന്യതകളെ നിറയ്ക്കുന്ന ദൈവ സാന്നിധ്യം. ആമേൻ, ആമേൻ. വീണ്ടും വീണ്ടും പറയുന്നു, ശൂന്യതകളെ നിറയ്ക്കുന്ന നിന്റെ ശൂന്യതകളെ, ഹല്ലേലൂയ, നിന്റെ ഹല്ലേലൂയ ജോലിയിലുള്ള ശൂന്യതകളെ, ആമേൻ, ആമേൻ, നിന്റെ ആത്മീക ശൂന്യതകളെ നിറയ്ക്കുന്ന ദൈവ സാന്നിധ്യം. കർത്താവേ, ഞങ്ങൾ ഒരു മനസ്സോടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കും. ദൈവ സാന്നിധ്യം ഞങ്ങളുടെ മുമ്പാകെ ചലിക്കുന്നത് കൊണ്ട് നന്ദി പറയുന്നു. അങ്ങ് മാത്രം ആരാധനയ്ക്ക് യോഗ്യം, അങ്ങ് മാത്രം പുകഴ്ചയ്ക്ക് യോഗ്യം, സ്തുതികൾക്ക് യോഗ്യം. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. ഇന്ന് ഞങ്ങളെ കാണുന്ന ഓരോ വ്യക്തികളുടെ മേലും ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കട്ടെ. അങ്ങ് പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം കർത്താവേ ഇന്ന് ഈ സമയം മുതൽ അവരുടെ ജീവിതത്തിന്റെ മേൽ സംഭവിച്ചു തുടങ്ങട്ടെ. ഒരു മഹത്വവും ആരാധനയും സ്തുതിയും പുകഴ്ചയും എല്ലാം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. God bless you all. Thank you Jesus. Amen. Praise God. വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവന്ദനം. ഈ പ്രഭാതത്തിൽ തിരുവചനത്തിനായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. തിരുസാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. ദൈവം നമ്മുടെ മധ്യത്തിൽ ഈ പ്രഭാതത്തിൽ അവൻ്റെ വചനത്താൽ നമ്മളെ നിറച്ച് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. 1 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യം. ഞങ്ങളെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകരാകും, ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. ദൈവസന്നദ്ധിയിൽ തിരുവചനം ദൈവശ്വാസ്യമാകുമ്പോൾ തൻ്റെ ജനത്തെ ഉത്തേജിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന തിരുവചനത്തിന് മുമ്പിൽ ദൈവവചനവും ആത്മാവും ഒരേ സമയത്ത്, ദൈവവചനത്തിൻ്റെ വെളിപ്പാടും പരിശുദ്ധാത്മാവും കൂട്ടിയോജിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെടുന്ന ആ ദൈവവചനത്തിൻ്റെ അധികാരത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചു. അങ്ങനെ ദൈവവചനത്തിൻ്റെ വെളിപ്പാടും പരിശുദ്ധാത്മാവും കൂട്ടിമുട്ടുന്നിടത്ത് ആ സംയോജിക്കുന്ന മണ്ഡലത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ
ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാടും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും ഒരുവനെ ദൈവം മുന്നോട്ട് നടത്തുമ്പോൾ ദൈവം അവനെ തിരുവചനത്തിൻ്റെ ഗ്രഹവിചാരകന്മാരാക്കും. അങ്ങനെ ക്രിസ്തുവിൻ്റെ ഗ്രഹവിചാരകര്, ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാർ, ക്രിസ്തയേശുവിൻ്റെ ശുശ്രൂഷകർ, ദൈവവചനം എന്ന മർമ്മത്തിന്റെ ഗ്രഹവിചാരകന്മാർ. ആ ഗ്രഹവിചാരകന്മാരാക്കിയ ദൈവപ്രവൃത്തി, ദൈവം നമ്മളെക്കുറിച്ച് ഏറ്റവും അധികം ഇച്ഛിക്കുന്നത്, ദൈവം നമ്മളെക്കുറിച്ച് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു വിശേഷതയാണ്, ഒരു പ്രത്യേക ഗുണമാണ് വിശ്വസ്തരായിരിക്കണം എന്നത്ര. എന്തിനെക്കുറിച്ചുള്ള വിശ്വസ്തന്മാരായിരിക്കണം? നമ്മളെ ദൈവം ഏൽപ്പിച്ച ദൈവ മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരായിരിക്കുന്നതിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ദൈവം നമുക്ക് തരുന്ന വചനത്തിന്റെ വെളിപ്പാടിന്റെ മുമ്പിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്തുമായിരിക്കട്ടെ, അതിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. അവിടെ പറയുന്നു ദൈവ മർമ്മങ്ങളുടെ, ടു ദ മിസ്റ്ററീസ് ഓഫ് ഗോഡ്. ദൈവവചനത്തിന്റെ അധികാരം, ദൈവവചനത്തിലുള്ള അഭിഷേകം, ദൈവവചനത്തിലുള്ള വെളിപ്പാട്, ഇതെല്ലാം ദൈവത്തിന്റെ മർമ്മങ്ങളെ തുറന്നു തരുന്ന ഒരു കൃപയാണ്. ദൈവം അത് മറച്ചു വെച്ചിരിക്കുന്നു. ദൈവം തന്റെ മക്കൾക്ക് അത് പകരുന്ന ദൈവം. ഏത് മക്കൾക്ക്? ഗ്രഹവിചാരകന്മാർ, വിശ്വസ്തരായിരിക്കുന്ന ഗ്രഹവിചാരകന്മാർക്ക്, ദൈവ മർമ്മത്തിന്റെ ഗ്രഹവിചാരകന്മാർക്ക് ദൈവം അത് തുറന്നു കൊടുക്കുന്ന ദൈവം. അപ്പോൾ ഇത് രഹസ്യത്തിൽ ദൈവം വച്ചിരിക്കുന്നതിനെ ദൈവം തുറന്നു കൊടുക്കുമ്പോൾ ആർക്കാ? ദൈവ ശുശ്രൂഷകർ, കർത്താവിന്റെ ശുശ്രൂഷകർക്ക് ഇത് തുറന്നു കൊടുക്കുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഇതാണ്: ഈ സത്യം സകല ജനത്തെയും അറിയിക്കേണ്ടത്. ആമേൻ, സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിന്റെ സത്യം, ദൈവരാജ്യത്തിൽ എങ്ങനെ ഒരുവൻ ജീവിക്കണമെന്ന്, ദൈവരാജ്യത്തിൽ എങ്ങനെ ഒരുവൻ ആമേൻ ദൈവത്തോടു കൂടെ നടക്കണമെന്ന്, അതിൽ ഒരുവനെ ദൈവം എന്തോ ആക്കി തീർക്കുവാൻ ഇച്ഛിക്കുന്നു, ഏത് നിലവാരത്തിൽ ഉയർത്തുവാൻ ഇച്ഛിക്കുന്നു എന്നുള്ള മർമ്മത്തിന്റെ ആഴത്തെ തുറന്നു തരുന്നൊരു ദൈവപ്രവൃത്തി. സ്തോത്രം. ഇത് പഠിക്കുക മാത്രമല്ല, ഇത് നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുക മാത്രമല്ല, ഇത് ചെയ്യുന്നവരുമായിരിക്കും. യാക്കോബിന്റെ ലേഖനം പറയുന്നു, വിശ്വാസം മാത്രം പോരാ, പ്രവൃത്തി കൂടെ വെളിപ്പെടണം. ആമേൻ, സ്തോത്രം. പരിശുദ്ധാത്മാവിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പ്രാപിക്കുന്ന വെളിപ്പാടിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ വാസ്തവത്തിൽ ദൈവത്തിന്റെ സമൃദ്ധിയേറിയ ജീവനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് സ്തോത്രം, നമ്മൾ ദൈവരാജ്യത്തെ കുറിച്ചുള്ള മർമ്മത്തിന്റെ ഗ്രഹവിചാരകന്മാരായിരിക്കുമ്പോൾ അതിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ഇത് മറിഞ്ഞിരുന്നത്, സ്തോത്രം, പലർക്കും ആമേൻ അറിവുണ്ട്. ഈ ഭൂമിയിൽ എല്ലാവർക്കും ഭൂമിയിലുള്ള അറിവും ജ്ഞാനവും ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് ദൈവത്തിൽ നിന്ന് ആമേൻ ദൈവത്തിന്റെ ആ മർമ്മത്തെ വെളിപ്പെടുത്തുന്നതല്ല ലോകത്തിന്റെ ജ്ഞാനം, ലോകത്തിന്റെ അറിവ്. ലോകത്തിന്റെ അറിവ് ദൈവത്തെ നിന്ന് അകലുന്ന അറിവാണ്. ലോകത്തിന്റെ ജ്ഞാനം ഒരുവനെ അജ്ഞാതരിലേക്ക്, from the knowledge of this world brings him into ignorance of God. ദൈവത്തിന്റെ അജ്ഞാതത്തിലേക്ക് അവനെ കൊണ്ടുപോകുന്നു. അപ്പോൾ അത് അവനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ഈ ലോകത്തിന്റെ അറിവ് അവനെ അജ്ഞാതനാക്കുമ്പോൾ അവൻ മരണത്തിലേക്ക് പോകുന്നു. അതുകൊണ്ട് ഈ ലോകത്തിന്റെ അറിവ് ഒരിക്കലും ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന അറിവല്ല, പ്രത്യുത ദൈവത്തിൽ നിന്ന് അകലുന്ന
ഒരു അറിവാണ് ഈ ഭൂമി തരുന്നത്. പക്ഷെ ഇതിന്റെ നടുവിൽ സ്തോത്രം നമുക്ക് ക്രിസ്തയേശുവിൽ കൂടെ സ്വർഗീയമായ വെളിപ്പാട്, ഏതിനെക്കുറിച്ച്? തിരുവചനത്തെക്കുറിച്ചുള്ള മർമ്മങ്ങളെ ദൈവം നമുക്ക് വേണ്ടി തുറന്നു തരുമ്പോൾ, ദ മിസ്റ്ററീസ് ഓഫ് ഗോഡ്, ദൈവരാജ്യത്തെ, ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് ദൈവം ഇന്ന് നമുക്ക് തുറന്നു തരുമ്പോൾ സ്തോത്രം നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ ഉള്ളിൽ ഈ വചനം നമ്മളെ ഗ്രഹവിചാരകന്മാരാക്കി തീർക്കും. ഹല്ലേലൂയ. ദൈവവചനത്തെ കുറിച്ച് ആമേൻ നമുക്ക് ദൈവശ്വാസ്യമാക്കി തീർക്കുന്ന, നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന, എങ്ങനെ ഇൻസ്പയർ ചെയ്യുന്നു? ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന, നമ്മളെ ആമേൻ പ്രബോധിപ്പിക്കുന്ന, ആമേൻ ജീവിപ്പിക്കുന്ന വചനമായി ദൈവം ഇതിനെ തീർക്കുന്നു. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നെങ്കിൽ, നമ്മൾ ഓരോ ദിവസവും നമ്മുടെ പ്രതിസന്ധികളെ അതിജീവിക്കുന്നെങ്കിൽ, ദൈവശ്വാസ്യമായ തിരുവചനത്തിന്റെ മർമ്മത്തെ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ തുറന്നു തരുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിൽ പണിയപ്പെടുക മാത്രമല്ല, നമ്മൾ ദിനം തോറും മേൽക്കുമേൽ കൃപ പ്രാപിച്ചു വളരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. സ്തോത്രം. ഇത് ലോക മനുഷ്യർക്ക് ഇത് മറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ ഗ്രഹവിചാരകന്മാരാകുമ്പോൾ, അല്ലെങ്കിൽ ദൈവരാജ്യത്തെ കുറിച്ചുള്ള മർമ്മത്തെ ദൈവം നമുക്ക് തുറന്നു തരുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, ഹല്ലേലൂയ, ലോകത്തിലുള്ളത് സകലതും സൃഷ്ടിക്കപ്പെട്ടതും ലോകത്തിലുള്ളത് സകലത്തെ നിയന്ത്രിക്കുന്നത് ദൈവരാജ്യത്തിന്റെ അധികാരത്തിന് കീഴിലാണ്. ഈ ഭൂമിയിലുള്ളതെല്ലാം സകലതും ഹല്ലേലൂയ സാത്താന്റെ അധീനതയിലാണെങ്കിലും, സാത്താന്റെ അധികാരത്തിന് കീഴിലാണെങ്കിലും, അതിന്റെ നടുവിൽ വാഴുന്ന ഒരു ദൈവരാജ്യം ഉണ്ടെന്നും, ആ ദൈവരാജ്യത്തിന്റെ മക്കളാ നമ്മൾ ഓരോരുത്തരെന്നും, അതിൽ നമ്മൾ വാഴുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നും, ഈ ദൈവരാജ്യത്തിൽ നമ്മളെ ദൈവം വാഴുമ്പോൾ, നമ്മൾ ദൈവത്തോടുകൂടെ നടക്കുമ്പോൾ, ഹല്ലേലൂയ, ഗ്രഹവിചാരകന്മാരായി നമ്മൾ വിശ്വസ്തരായിരിക്കുമ്പോൾ, കർത്താവ് ആമേൻ ഹല്ലേലൂയ ആമേൻ നമ്മൾ മേൽ പകർന്നൊരു വാഗ്ദത്തമുണ്ട്. നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. അങ്ങനാണെങ്കിൽ ദൈവത്തിന്റെ ആമേൻ വചനത്തിന്റെ ആമേൻ ഹല്ലേലൂയ ഗ്രഹവിചാരകൻ, മർമ്മത്തിന്റെ ഗ്രഹവിചാരകനാകുമ്പോൾ, അതിന്റെ നടുവിൽ നമ്മൾ വിശ്വസ്തരാകുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ ഈ ഭൂമിയിൽ ആമേൻ ഹല്ലേലൂയ വാഴുന്ന ഒരു മണ്ഡലത്തിലേക്ക് ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവരാജ്യം ഈ ഭൂമിയിൽ കർത്താവിൽ കൂടെ ഈ ഭൂമിയിൽ സ്ഥാപിച്ച ദൈവമാണ്. ദൈവം സകല ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണല്ലോ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഓരോ പ്രവചനവും, തിരുവചനത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കിടക്കുന്ന ആമേൻ പല പ്രവചനങ്ങളും ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാ? ചരിത്രം അതിനെ വെളിപ്പെടുത്തുന്നു. ഇത് സകലതും ദൈവരാജ്യത്തിന്റെ ആമേൻ അധികാരത്തിന് കീഴിലായിരിക്കുന്നതെന്ന്. അതുകൊണ്ട് ദൈവം ഈ ഭൂമിയിലുള്ള സകലത്തെയും ദൈവം നിയന്ത്രിക്കുന്നു. He controls all the affairs of the human world. നമ്മളത് അറിയുന്നില്ലെങ്കിലും, നമ്മളത് ചിന്തിക്കുന്നില്ലെങ്കിലും, ആമേൻ ഹല്ലേലൂയ, ദൈവവചനത്തിന്റെ വെളിപ്പാടിൽ ഒരുവൻ ജീവിക്കുമ്പോൾ അവനറിയാം ഇതെല്ലാം ദൈവം ഇതിന്റെ നടുവിൽ വാഴുന്നു. God is behind every creation. He made nature. ആമേൻ. ഈ പ്രപഞ്ചത്തെ മുഴുവനും ദൈവമാ സൃഷ്ടിച്ചത്. പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. അപ്പോൾ അതിന്റെ നടുവിൽ ദൈവം ഹല്ലേലൂയ ദൈവരാജ്യത്തെ നമ്മൾ മേൽ വാഴുവാൻ ദൈവം നമ്മളെയൊക്കെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവരാജ്യത്തിന്റെ മർമ്മത്തെ കുറിച്ച് വെളിപ്പാടുള്ളവൻ അറിയാം. ഹല്ലേലൂയ, ഇതെല്ലാം ദൈവത്തിന്റെ അധികാരത്തിന് കീഴിലിരിക്കുന്നു. നമ്മളെ ദൈവം അതിന്റെ അധികാരത്തിന് കീഴിൽ നിർത്തിയിരിക്കുകയും നമ്മൾ ഇതിന്റെ നടുവിൽ വാഴുവാൻ
ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ലോകവും സകലത്തിൻ്റെ നടുവിൽ, ഈ ലോകത്തിന്റെ സകല സൃഷ്ടിയുടെ നടുവിലും, ഈ ലോകത്തിന്റെ സകല പ്രസ്ഥാനങ്ങളുടെ നടുവിലും, ഹല്ലേലൂയ, സകല ആമേൻ പൊളിറ്റിക്കൽ കിങ്ഡത്തിന്റെ നടുവിലും, ആമേൻ ഹല്ലേലൂയ, സകല ആമേൻ സൂപ്പർ പവേഴ്സിന്റെ നടുവിൽ വാഴുന്ന സർവശക്തനായ ദൈവത്തിന്റെ ആമേൻ ഒരു ദൈവരാജ്യമുണ്ടെന്നും ആ ദൈവരാജ്യമാണ് ഇതിനെ സകലത്തെയും ആമേൻ നിയന്ത്രിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ടെന്നും ഉള്ള വെളിപ്പാടിൽ നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ആമേൻ. ലോകം ജ്ഞാനത്തിൽ വർദ്ധിച്ചു, ആമേൻ മെഡിക്കൽ ഫീൽഡ് വർദ്ധിച്ചു, സകല രീതികളിലും ലോകത്തിന്റെ സകല കാര്യങ്ങൾ അതിൻ്റെ മോഡേണൈസേഷനിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, പഴയ വെല്ലുവിളി ഇന്നും വെല്ലുവിളിയായി കിടക്കുന്നു. പഴയ ദാരിദ്ര്യം ഇന്നും മാറിയിട്ടില്ല, രോഗം ഇന്നും മാറിയിട്ടില്ല. ഹല്ലേലൂയ. അനേകർ ആമേൻ ദാരിദ്ര്യത്തിൽ മരിച്ചു വീഴുന്നു, ഇന്നും അത് മാറിയിട്ടില്ല. ലോകത്തിന് ഇതൊന്നും ആമേൻ ഇതിനെയൊന്നും തുടച്ചു കളയുവാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാ? ഇതിൻ്റെ നടുവിൽ ഏതോ ശാപക്കെട്ടുകൾ, ഏതോ പാരമ്പര്യമായി കിടക്കുന്ന ചില ബന്ധനങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ നടുവിൽ ദൈവരാജ്യം വെളിപ്പെടുമ്പോൾ മാത്രമേ ലോകത്തിന്റെ ശാപം അഴിഞ്ഞു മാറുകയുള്ളൂ. അതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ അധികാരം, ദൈവരാജ്യം പകർന്നിരിക്കുന്ന വിളിയും തെരഞ്ഞെടുപ്പും എന്തെന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അതുകൊണ്ട് സകലതും ഭരിക്കുന്നു, സകലതും ആ പുതിയ നിലവാരങ്ങളിലേക്ക്, ആമേൻ, ഉന്നതമായ മോഡേൺ സയന്റിഫിക് വേൾഡിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും പഴയ പല കെട്ടുകൾ, പഴയ വിഷയങ്ങൾ, പഴയ പാരമ്പര്യമായി കിടക്കുന്ന ചില രോഗക്കെട്ടുകൾ, ബന്ധനങ്ങൾ ഒന്നും മാറാതിരിക്കുമ്പോൾ ഇതിനൊരു ആൻസർ കിട്ടാതിരിക്കുന്നതിന്റെ കാരണം ഇതാണ്. ഹല്ലേലൂയ. അവരവരുടെ ബുദ്ധിയിൽ വിശ്വസിക്കുന്നു. പക്ഷെ ദൈവരാജ്യം, ദൈവമക്കൾ ദൈവരാജ്യത്തിന്റെ അധികാരത്തിൽ ജീവിക്കുമ്പോൾ ഇതിന്മേലെല്ലാം ജയം തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് സ്തോത്രം, ഭൂമി മാറും, ഭൂമിയുടെ നേതൃത്വം മാറും, ഭൂമിയിലുള്ള സകല ആമേൻ സയൻസ് വർദ്ധിക്കും, വളരും. അതിൻ്റെ ആമേൻ ഹല്ലേലൂയ കമ്പ്യൂട്ടർ യുഗം മാറുന്നു, ഇന്റർനെറ്റ് യുഗത്തിലേക്ക് വരുന്നു, 4G 5G ഹല്ലേലൂയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നു, മെഷീൻ ലേണിംഗ് വരുന്നു, ഇനി ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വരുന്നു. എല്ലാം ആമേൻ അതിൻ്റെ നിലവാരം വർദ്ധിച്ചാലും പലതിനും ഇന്നും മറുപടി കിട്ടാതിരിക്കുന്നതിന്റെ കാരണം ഇതാണ്. ദൈവം സർവശക്തനായ ദൈവമെന്ന് അംഗീകരിക്കാത്ത പക്ഷം ഈ ഭൂമിയിൽ മനുഷ്യൻ പരാജയത്തിന്റെ ആമേൻ വഴികൾ കൂടെ യാത്ര ചെയ്യുന്നതിന്റെ കാരണം ഇതാണ്. ദൈവം ഉണ്ടെന്ന് അവൻ അംഗീകരിക്കണം. പക്ഷെ ദൈവം നമ്മളെ ഇതിന്റെ നടുവിൽ ക്രിസ്തയേശുവിനെ വരച്ചു കാട്ടേണ്ടതിന് ദൈവം നമ്മളെ വിശ്വസ്തന്മാരായി എണ്ണിയിരിക്കുന്നു. കൊലോസ്യലേഖനം 2:3 അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ട് ഇരിക്കുന്നു. ആരിൽ? ക്രിസ്തുവിൽ അതിന്റെ പൂർണ്ണത. ഇറ്റ്സ് ഓൾ ഹിഡൻ ഇൻ ഹിം. സ്തോത്രം. അതിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നല്ലോ, സ്തോത്രം, ഹല്ലേലൂയ. അത് they need to acknowledge the mystery of God and of the Father and of Christ. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവിന്റെ മർമ്മത്തെ അവർ അംഗീകരിക്കണം. Acknowledge of the mystery of God. ദൈവത്തിന്റെ പൂർണ്ണത, ദൈവത്തിന്റെ മർമ്മം, പിതപുത്ര പരിശുദ്ധാത്മാവിന്റെ മർമ്മത്തെ വെളിപ്പെടുത്തുമ്പോൾ അവനിൽ സകലതും മറഞ്ഞിരിക്കുന്നു. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ട് ഇരിക്കുന്നു.
ദൈവം പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവിന്റെ മർമ്മത്തെ ഒരുവനിൽ തുറന്നു കൊടുക്കുമ്പോൾ അവൻ ഈ ഭൂമിയിലെ ജ്ഞാനത്തിലും വിവേകത്തിലും അല്ല അവനെ ദൈവം വർദ്ധിപ്പിക്കുന്നത്. പ്രത്യുത സർവശക്തനായ ദൈവത്തിന്റെ ഉന്നതമായത് ശ്രേഷ്ഠമേറിയ ജ്ഞാനത്തിന്മേൽ ദൈവം അവനെ കൊണ്ടുവന്ന് നിർത്തും. ഈ കാലഘട്ടത്തിൽ നമ്മൾക്കറിയാം ലോകം എങ്ങോട്ട് പോകുന്നു. ഈ മഹാമാരിയുടെ നടുവിൽ പല സാമ്പത്തിക തകർച്ചകൾ, പരാജയങ്ങൾ രാജ്യങ്ങൾക്കും സാമ്രാജ്യങ്ങൾക്കും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഉന്നതമായ പ്രസ്ഥാനങ്ങൾ തകർന്നു വീഴുന്നു. അല്ലെങ്കിൽ ഈ രാജ്യമൊക്കെയും എങ്ങോട്ട് പോകുന്നു, ഇത് എവിടെ പോയി നിൽക്കുമെന്ന് അനേകർ ചോദിക്കുന്നതിൻ്റെ നടുവിൽ ഇതിൻ്റെ മർമ്മം ഒരുവനിൽ മാത്രം മറഞ്ഞിരിക്കുന്നു. അത് ക്രിസ്തയേശുവിൽ കൂടെ നമുക്ക് പ്രാപിക്കാൻ കഴിയുമെങ്കിൽ ഈ പ്രതികൂലത്തിന്റെ മറുപടി എല്ലാം സർവശക്തനായ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. The mystery of God. ആമേൻ. ആ ദൈവത്തിൽ ആ മർമ്മം മറഞ്ഞിരിക്കുന്നു. ആമേൻ. ഫറവോന്റെ മുമ്പിൽ ഒരു യോസേപ്പ് ആ രാജ്യത്തെ ക്ഷാമത്തിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്ന് എങ്ങനെ വിടുവിച്ചു? ദൈവം ഉന്നതമായ ജ്ഞാനം കൊടുത്തു. അവന്റെ ഫറവോന്റെ സന്നിധിയിൽ ജീവിച്ച, അല്ലെങ്കിൽ അവരുടെ ഉന്നതമായ ഓഫീസുകൾ വഹിച്ച ഫിനാൻസ് മിനിസ്റ്ററിന് പോലും ലഭിക്കാത്ത വെളിപ്പാട് ദൈവം യോസേപ്പിന് കൊടുത്തു. യോസേപ്പിന് പഠിത്തമില്ല, അവന് പൊട്ടക്കിണറും കാരാഗ്രഹവും അടിമത്തത്വം മാത്രമാണ് അവന്റെ ക്വാളിഫിക്കേഷൻ, അവന്റെ യോഗ്യത അതൊക്കെയാ. പക്ഷെ അതിൻ്റെ നടുവിൽ അവൻ പ്രാപിച്ച ഉന്നതമായ ദൈവികമായ പരിജ്ഞാനമുണ്ട്. ഹല്ലേലൂയ. 3-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കും. സ്തോത്രം. The mystery of God the Father, the Son and the Holy Spirit. അതിന്റെ മർമ്മത്തെ തുറന്നു തരുന്ന ദൈവം, നമ്മളെ ഈ ഭൂമിയിലുള്ള സകലത്തിന്മേൽ വാഴുവാൻ ദൈവം തുറന്നു തരുന്ന ദൈവം. സ്തോത്രം. മർക്കോസ് സുവിശേഷം 4:11 ഇങ്ങനെ വായിക്കുന്നു, യേശു ക്രിസ്തു അവരോട് പറയുന്നു, അവരോട് അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തിന്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു, പുറത്തുള്ളവർക്കോ സകലതും ഉപമകളാൽ ലഭിക്കും. ദൈവമക്കൾക്ക് ദൈവം അത് പകരുന്നു. അത് ദൈവം വെളിപ്പാടിൽ കൂടെ പകരുന്നു. ആ വെളിപ്പാട് പുറമെയുള്ള മനുഷ്യന് ഉപമയായി ലഭിക്കുന്നു. അവനിത് വ്യാഖ്യാനിക്കുവാൻ കഴിയത്തില്ല. നമ്മൾ കാണുന്ന ദൈവിക ദർശനം, ഹല്ലേലൂയ, അത് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ആമേൻ. ഫറവോൻ കണ്ട ദർശനം അത് യോസേഫിന് വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണ്? അവന് ദൈവിക ജ്ഞാനമുണ്ട്. ഇന്ന് അനേകർ കാണുന്ന സ്വപ്നങ്ങൾ, അനേകർ കാണുന്ന വെളിപ്പാടുകൾ അവർക്ക് തുറന്ന് അതിനെ വ്യാഖ്യാനിക്കുവാൻ കഴിയാത്തത്, അത് എന്തെന്ന് വിചാരിച്ചു വ്യാകുലപ്പെട്ട് ദിനരാത്രങ്ങൾ ഉറങ്ങുവാൻ കഴിയാതെ കിടക്കുന്ന അനേകർ ഈ ഭൂമിയിലുണ്ട്. പക്ഷെ അതിൻ്റെ നടുവിൽ ദൈവം നമുക്ക് തരുന്ന ദർശനവും ദൈവം നമുക്ക് തരുന്ന വെളിപ്പാടിനെ വ്യാഖ്യാനിക്കുവാൻ, അതിനെ പ്രാപിക്കുവാൻ, അതിനുവേണ്ടി പ്രാർത്ഥിച്ച് അതിന്മേൽ ജയമെടുത്ത് മുന്നേറുവാൻ പരിശുദ്ധാത്മാവാൻ ദൈവം നമുക്ക് കൃപ അധികം തന്നിരിക്കുന്നു. Because it's revealed by the Heavenly Father. ഇത് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ, the mysteries of God. ദൈവവചനത്തിനകത്ത് ഈ മർമ്മങ്ങൾ മറഞ്ഞിരിക്കുന്നു. ഇത് പറക്കിയെടുക്കുന്നവൻ, കൃപ പ്രാപിക്കുന്നവൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്നു. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ പല ഉപദേശങ്ങളുടെ നടുവിൽ 21 പ്രാവശ്യം ദൈവരാജ്യത്തിന്റെ മർമ്മത്തെക്കുറിച്ച് പലയിടത്തും കോട്ട് ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഈ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ ആത്മിക സത്യത്തെ വെളിപ്പെടുത്തുന്നു, ദൈവത്തെ വെളിപ്പെടുത്തുന്നു, ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു. ഇത് മറഞ്ഞിരുന്നു. ഇത് മറഞ്ഞതിനെ ദൈവം തുറന്നു. മർമ്മത്തെ, ദൈവത്തെക്കുറിച്ചുള്ള മർമ്മം, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള മർമ്മം. സ്തോത്രം. എഫെസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെടുത്തിയതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. അപ്പോസ്തലന്മാരും
അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും പരിശുദ്ധാത്മാവിൽ കൂടെ അത് വെളിപ്പെടുത്തി. ഇത് പൂർവ്വകാലത്ത് മനുഷ്യർക്ക് അറിവില്ലായിരുന്നു. അതിനെ ദൈവം തുറന്നു കൊടുത്തില്ല. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ആമേൻ ഹല്ലേലൂയ, നിങ്ങൾ പ്രവചിക്കുവാൻ തുടങ്ങി, നിങ്ങൾ ദർശനങ്ങൾ കാണാൻ തുടങ്ങി, സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി, നിങ്ങൾ പ്രവചിക്കുവാൻ തുടങ്ങി, ഹല്ലേലൂയ, മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ തുടങ്ങി. ഇത് ദൈവരാജ്യത്തിന്റെ മർമ്മമാണ്. ദൈവവചനത്തിന്റെ അധികാരത്തിന് കീഴിലാണ് വരുന്നത് ദൈവരാജ്യത്തിന്റെ മർമ്മം. ദൈവം കാണിക്കുന്ന ദർശനത്തെ വെളിപ്പെടുത്തുന്നതാണ് ദൈവവചനത്തിന്റെ ഒരു അധികാരം. അതുകൊണ്ട് ഇത് അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ദൈവം ഈ കാലഘട്ടങ്ങളിൽ തുറന്നു കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് എന്തിനെ കുറിച്ച് കാണിക്കുന്നു? which he proposed in Christ and put into effect when the time is being fulfilled. ഇത് ക്രിസ്തുവിൽ കൂടെ തുടങ്ങുകയും ഈ ക്രിസ്തേശുവിൽ കൂടെ നമ്മളിലേക്ക് തുറന്നു തരികയും അത് നമ്മളിൽ നിവർത്തീകരിക്കുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. എഫെസ്യ ലേഖനം 1:9-10 ഇങ്ങനെ വായിക്കുന്നല്ലോ, അവനിൽ താൻ മുൻനിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമുക്ക് അറിയിച്ചു. ആ നല്ല ഹിതം വെളിപ്പെടേണ്ടതിന്, ദൈവത്തിന്റെ പൂർണ്ണ ഹിതം വെളിപ്പെടുത്തേണ്ടതിന് ഹല്ലേലൂയ, തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമുക്ക് തുറന്നു. The mystery of his will. ദൈവരാജ്യത്തിന്റെ മർമ്മം തുറന്നു തരുന്നത് പോലെ സ്തോത്രം, ക്രിസ്തുവിന്റെ വെളിപ്പാടിൽ, ദൈവവചനത്തിന്റെ വെളിപ്പാടിൽ ഒരുവൻ നടക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവം അവനെ കുറിച്ചുള്ള മർമ്മത്തിന്റെ ഹിതത്തിന്റെ മർമ്മം ദൈവം തുറന്നു തരും. The mystery of his will. നമുക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളുണ്ട്, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളുണ്ട്. പക്ഷേ ഹിതത്തിന്റെ മർമ്മം എന്തെന്ന് ദൈവം നമുക്ക് തുറന്നു തരണം. We need to know what is our will. നമ്മളെ കുറിച്ച് ദൈവത്തിന് എന്താ ഹിതമുള്ള, ഇത് ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. It's a mystery unto his kingdom, hidden in the kingdom. നമ്മൾ എന്തായി തീരണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. That mystery of will. സ്തോത്രം. അതിന്റെ 10ാം വാക്യം, അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളതും എല്ലാ പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി കൊണ്ട് തന്നെ. അത് കാലസമ്പൂർണതയിൽ ക്രിസ്തുവിൽ അത് ഒന്നായി ചേർക്കുന്ന ദൈവം. കാലസമ്പൂർണതയിൽ ക്രിസ്തുവിൽ മറഞ്ഞിരുന്ന് നമ്മളെ കുറിച്ചുള്ള ദൈവഹിതം, ആ ഹിതത്തിന്റെ മർമ്മം ദൈവം തുറന്നു തരികയാണ്. കാലസമ്പൂർണതയിൽ അതിന്റെ പൂർണ്ണതയിലേക്ക് വരുമ്പോൾ, ആ കാലസമ്പൂർണതയ്ക്കായി നമ്മൾ ഒരുങ്ങുമ്പോൾ, ആ പൂർണ്ണതയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടിയ പാന്താവുകൾ ദൈവം തുറന്നു തരും. ദൈവം കാണിക്കും, ദർശനം കാണിക്കും, അടയാളം കാണിക്കും, വചനം അയക്കും. ഹല്ലേലൂയ. അത് നമുക്ക് വേണ്ടി തുറന്നു തരും. എന്ത് തുറക്കുന്നേ? ഹിതത്തിന്റെ മർമ്മത്തെ തുറന്നു. The mystery of his will for our, നമ്മളെ കുറിച്ചുള്ള ദൈവിക മർമ്മം, ഹിതത്തിന്റെ മർമ്മത്തെ ദൈവം തുറന്നു തരും. എത്ര മനോഹരമായ വാഗ്ദത്തം! വചനത്തിൽ ഒരുവൻ ഉറയ്ക്കുമ്പോൾ, വചനത്തിൽ ഒരുവൻ ആശ്രയിക്കുമ്പോൾ, അവനൊരു പ്രവാചകന്റെ മുമ്പിലല്ല പോയി പ്രാപിക്കേണ്ടത്. ഹല്ലേലൂയ. ദൈവത്തിന് ഇഷ്ടമുള്ളെങ്കിൽ ദൈവം തന്റെ പ്രവാചകന്മാരെ നമ്മുടെ മധ്യത്തിൽ അയക്കും. പക്ഷെ ദൈവം മുമ്പാകെ ഒരുവൻ ദൈവവചനത്തിൽ ആശ്രയിക്കുമെങ്കിൽ, ദൈവവചനത്തിന് മുമ്പിൽ ആമേൻ, ഹല്ലേലൂയ, തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട തന്റെ മനുഷ്യന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ഹിതത്തിന്റെ മർമ്മത്തെ മറച്ച് ക്രിസ്തേശുവിൽ കൂടെ അത് തുറന്നു തരുമ്പോൾ, ആമേൻ, ദൈവശ്വാസ്യമായ വചനം അവന്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ ഇവന്റെ മേലുള്ള ദൈവഹിതം ദൈവം തുറന്നു തരാതിരിക്കത്തില്ല. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ദൈവവചനം നമ്മുടെ ഉള്ളിൽ പകരുമ്പോൾ ഇതുവരെ മറഞ്ഞിരുന്ന ഹല്ലേലൂയ തിരുവചനം അവിടെ ചലിക്കുവാൻ തുടങ്ങുമ്പോൾ അവന്റെ ഉള്ളിൽ ഇതുവരെ ചിന്തിക്കാത്ത വെളിപ്പാടുകൾ ദൈവം അവന്റെ ഉള്ളിൽ പകരുമ്പോൾ ദൈവഹിതത്തിന്റെ മർമ്മം ദൈവം അവന് വേണ്ടി തുറന്നു കൊടുക്കുന്ന ദൈവം. ഹല്ലേലൂയ. In the fullness of time, ദൈവത്തിന്റെ കാല സമ്പൂർണതയിൽ ദൈവം അത് തുറന്നു തരും. ദൈവത്തിന്റെ മുമ്പിൽ സമയം ഒരു വിഷയമല്ല.
നമ്മൾ ഒരിക്കലും കരയേണ്ടത് ഒരു അവസ്ഥയല്ല. ദൈവമേ, എൻ്റെ സമയം പോകുന്നു, എൻ്റെ പ്രായം പോകുന്നു. ഇല്ല, കാലസമ്പൂർണതയിൽ ദൈവഹിതത്തിന്റെ മർമ്മം ദൈവം തുറന്നു തരിക മാത്രമല്ല, നമ്മളെക്കുറിച്ചുള്ള പൂർണ്ണ ഹിതം ദൈവം നമ്മളിൽ വെളിപ്പെടുത്തുന്ന ദൈവത്തിന് സ്തോത്രം. 1 കൊരിന്ത്യർ 2:7 ഇങ്ങനെ പറയുന്നല്ലോ, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മളുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ മർമ്മത്തെ പ്രസ്താവിപ്പാൻ ദൈവം നമുക്ക് കൃപ തരും. ഇതുവരെ നമ്മൾ വായിച്ച വചനം പോലെ, ഇതുവരെ നമ്മൾ കേട്ടതുപോലെ അല്ല. നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ പ്രാപിക്കുന്ന ദൈവരാജ്യത്തിന്റെ ആ വചനത്തിന്റെ മർമ്മങ്ങളെ ദൈവം നമുക്ക് തുറന്നു തരും. ബിക്കോസ് നമ്മൾ അതിന്റെ ഗ്രഹവിചാരകന്മാരാണ്. വെളിപ്പാട് പുസ്തകം 2:7 ഇങ്ങനെ പറയുന്നു, അത് ഞാനും അമേൻ പകയ്ക്കുന്നു. ഏതാണ്? ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ അമേൻ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. കേൾക്കുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ, അവൻ ജയാളിയായിത്തീരും. He will make him overcomers. എന്തിന്റെ കേൾവിയാണ്? ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ മർമ്മത്തിന്റെ പൂർണ്ണത കേൾക്കുകയും പ്രാപിക്കുകയും ചെയ്യുമ്പോൾ അവൻ ജയിച്ചവനായി അവന് ജീവന്റെ വൃക്ഷം തിന്നുവാനുള്ള കൃപ ദൈവം കൊടുക്കും. അത് ദൈവം അവന്മേൽ പകരുന്നൊരു വലിയ വാഗ്ദത്തം. So the mystery of his kingdom, the mystery of God, ദൈവരാജ്യത്തെ കുറിച്ചുള്ള മർമ്മം ദൈവം തന്റെ മക്കൾക്ക് തുറന്നു കൊടുക്കുന്ന ദൈവം. ഹല്ലേലൂയ. എന്താണ്? കർത്താവിനെ കണ്ടവൻ പിതാവിനെ കണ്ടത് തന്നെ. ആമേൻ. നമ്മൾ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, കർത്താവിന്റെ അരികിൽ നമ്മൾ കടന്നു വരുമ്പോൾ, വാസ്തവത്തിൽ പിതാവുമായിട്ടാണ് നമ്മുടെ ബന്ധം, പരിശുദ്ധാത്മാവിൽ കൂടെ. അപ്പോസ്തലൻ പൗലോസ് കൊലോസ്യ ലേഖനം 1:25-26 ഇങ്ങനെ എഴുതിയിരിക്കുന്നല്ലോ, നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉപദേശപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തീകരിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. 26 വാക്യം, അത് പൂർവകാലങ്ങൾക്ക് തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാരോട് വെളിപ്പെട്ടിരിക്കുന്നു. ശുശ്രൂഷകനാക്കിയിരിക്കുന്നത് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹവിചാരകനാക്കിയിരിക്കുമ്പോൾ അത് അനേകർക്ക് തുറന്നു കൊടുക്കുവാനുള്ള ദൗത്യമാണ് ദൈവം ഓരോ ശുശ്രൂഷകർക്കും ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ഓരോരുത്തര് ദൈവത്തിന്റെ ഗ്രഹവിചാരകന്മാർ. നിന്റെ കുടുംബത്തിൽ നീ ഒരു ഗ്രഹവിചാരകനാണ്. നീ പാർക്കുന്ന ദേശത്ത് നീ ഒരു ഗ്രഹവിചാരകനാണ്. നീ ജോലി എന്ന സ്ഥലത്ത് നീ ഒരു ഗ്രഹവിചാരകനാണ്. ഏത് സ്ഥാനത്താണെങ്കിലും അതിൻ്റെ നടുവിൽ കർത്താവിനെ കുറിച്ച്, ദൈവരാജ്യത്തെ കുറിച്ചുള്ള മർമ്മത്തെ അനേകർക്ക് തുറന്നു കൊടുക്കുവാൻ ദൈവം നിന്നെ വിശ്വസ്തനെന്ന് എണ്ണിയായി ഏൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവരാജ്യത്തെ കുറിച്ച് ഉള്ള മർമ്മം മറച്ചു വെക്കുവാനല്ല, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ തുറന്നു കൊടുക്കുന്ന ഒരു ഉപദേഷ്ടാവായി ദൈവം നിന്നെ തീർക്കുവാൻ ദൈവം ഇച്ഛിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതൊന്നും ദൈവം നമ്മളെക്കുറിച്ച് മറച്ചു വെക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മനുഷ്യർ നിന്നെ ത്യജിച്ചേക്കും, മനുഷ്യർ നിന്നെ നിന്ദിച്ചേക്കും, പക്ഷെ ദൈവം നിന്നെ മാനിക്കും. ഹല്ലേലൂയ. ആമേൻ. നിന്നെ തള്ളിപ്പറയുന്ന അനേകർ കാണും. ഹല്ലേലൂയ. ശദ്രയ്ക്ക് മേശയ്ക്ക് അബേദ്നെഗോവിനെ പോലെ ബന്ധിക്കപ്പെട്ടവനായി തീച്ചൂളയിൽ തള്ളപ്പെട്ട് കളയുമായിരിക്കും, അല്ലെങ്കിൽ ദാനിയേലിനെ പോലെ സിംഹക്കുഴിയിൽ വലിച്ചിടുമായിരിക്കും. പക്ഷെ അതിന്റെ നടുവിൽ നീ വിശ്വസ്തനായി നിൽക്കുമെങ്കിൽ, കർത്താവിന്റെ ദൈവരാജ്യത്തിന്റെ മർമ്മത്തെക്കുറിച്ചുള്ള ഗ്രഹവിചാരകനും വിശ്വസ്തനായ ഗ്രഹവിചാരകനാകുമെങ്കിൽ, അതിന്റെ നടുവിൽ ദൈവം നിന്നെ വിടുവിക്കുവാൻ ഇറങ്ങി വരും. ദൈവം നിന്നെ മാനിപ്പാൻ ദൈവം ഇറങ്ങി വരും. ദൈവത്തിന്റെ അത്ഭുതം കാണുവാൻ ദൈവം നിന്റെ ജീവിതത്തെ മുഖാന്തരമാക്കും, അനേകർ നിന്നിലേക്ക് വരേണ്ടതിന്. സ്തോത്രം. അതുകൊണ്ട് ദൈവരാജ്യത്തിൽ ഗ്രഹവിചാരകനാക്കുന്ന ദൈവം നമ്മളെ മർമ്മങ്ങൾ കൈമാറുന്നത് തലമുറകളിലേക്കാണ്. അല്ലല്ലേ? അതുകൊണ്ടാണ് 76 അത് പൂർവ്വകാലങ്ങളിൽ തലമുറകൾക്ക് മറഞ്ഞിരുന്ന മർമ്മം
എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ 27-ാം വാക്യം, അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആമേൻ. അല്ലെങ്കിൽ ഇത് പണ്ട് യഹൂദന്മാർക്ക് അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന് മാത്രമുള്ള വാഗ്ദത്തമാണ്. പക്ഷേ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ഒരുവൻ വിശ്വസ്തനായി നിന്നപ്പോൾ പൗലോസ് പറയുന്നു, എന്നെ ജാതികളുടെ മുമ്പിലും ഈ മർമ്മത്തെ വെളിപ്പെടുത്തുവാൻ ദൈവം എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തിന് ഇഷ്ടമായി. God so loved the Gentiles, അല്ലെ, ലോകത്തെ ദൈവം സ്നേഹിച്ചു. എന്തിനാ? അവരുടെ മുമ്പിൽ ഈ മർമ്മത്തെ തുറന്നു കൊടുക്കേണ്ടതിനാ. എന്നിട്ട് വായിക്കുന്നു 27-ാം വാക്യം, പിന്നെ വായിക്കുന്നു, ആ മർമ്മ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ആ മർമ്മം എന്തോ? ദൈവരാജ്യത്തിന്റെ മർമ്മം എന്താ? ഇത് അല്ലല്ലേ ആലയത്തിലോ ഇതൊരു ഭവനത്തിലോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ നടുവിൽ ഇരിക്കുന്ന ദൈവമല്ല ഇത്. അല്ലല്ലേ നമ്മളുടെ ഓരോരുത്തരുടെയും അല്ലല്ലേ ശരീരം എന്ന മന്ദിരത്തിൽ, ദൈവത്തിന്റെ മന്ദിരമായ നമ്മുടെ ശരീരത്തിനകത്ത് ദൈവം അതിനെ പകർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ആമേൻ. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മളിൽ ഓരോരുത്തരിലും വസിക്കുന്നു, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നമ്മൾ അതിൻ്റെ നടുവിൽ വിശ്വസ്തരായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവം തൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ജാതികൾക്ക് തുറന്നു കൊടുക്കുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. ഈ മർമ്മത്തെ ദൈവത്തിന് തുറന്നു കൊടുക്കുവാൻ ഇഷ്ടം തോന്നി. എന്തുകൊണ്ടാ? ഹല്ലേലൂയ. ദൈവത്തിന്റെ ഗ്രഹവിചാരകനാവുന്ന ഒരു വ്യക്തിയെ ദൈവം ഇച്ഛിക്കുന്നത് അവൻ വിശ്വസ്തനായിരിക്കുമ്പോൾ ദൈവം അവനെ ആഴങ്ങളിലേക്ക് ഇറക്കും. അവൻ യഹൂദനായിരിക്കട്ടെ, അവൻ യവനനായിരിക്കട്ടെ, ഏത് പുരുഷനായിരിക്കട്ടെ, സ്ത്രീ ആയിരിക്കട്ടെ, ബാലനായിരിക്കട്ടെ, ഏത് പ്രായമായിരിക്കട്ടെ, ഏത് അവസ്ഥയിലായിരിക്കട്ടെ, സ്തോത്രം, ദൈവസന്നിധിയിൽ ദൈവം നോക്കുന്നത് വിശ്വസ്തന്മാരെയാണ്. ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവവചനത്തിനെ കുറിച്ചും വിശ്വസ്തന്മാരെയാണ് ദൈവം അന്വേഷിക്കുന്നത്. അവർക്ക് വേണ്ടി ദൈവം തുറന്നു കൊടുക്കുന്ന ഒരു വലിയ പ്രത്യേകതയാണ് 1 കൊരിന്ത്യർ 2:10 പറയുന്നു, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരാധന. God takes us deeper. നമ്മളെ ദൈവം ആഴങ്ങളിലേക്ക് ഇറക്കുന്നു. ഈ പ്രഭാതത്തിൽ ദൈവത്തോടു കൂടി ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ തയ്യാറാണ്. ഈ പ്രഭാതത്തിൽ കർത്താവിനോട് കൂടിയുള്ള നടത്തത്തിൽ, ജീവിതത്തിലെ യാത്രയിൽ ആ പടക് ഇച്ചിരി കൂടി ആഴത്തിലേക്ക് ഇറക്കുവാൻ തയ്യാറാണ്. പത്രോസേ, നിന്റെ പടകൊന്ന് ആഴങ്ങളിലേക്ക് ഇറക്കണം. ഹല്ലേലൂയ. നീ ഇതുവരെ കംഫർട്ടബിൾ ഉള്ള സാഹചര്യത്തിലാണോ നീ ജീവിച്ചത്? നിന്റെ ആത്മീയ ജീവിതം ഇച്ചിരി കംഫർട്ടബിൾ സോണിൽ നിന്നാണോ നീ ഇതുവരെ കർത്താവിനെ സേവിച്ചത്? ഇല്ല. ഇതൊക്കെ ഒന്ന് വിട്ട് പടകൊന്ന് ആഴങ്ങളിലേക്ക് ഇറക്ക. ഞാൻ നിന്നെ പഠിപ്പിക്കും. ആഴങ്ങളിലെ വെളിപ്പാടുകളെ ദൈവം പഠിപ്പിക്കും. ആഴങ്ങളിലുള്ള ആത്മീക യുദ്ധങ്ങളെ ദൈവം പഠിപ്പിക്കും. ആഴങ്ങളിലുള്ള ആത്മീക കൃപാവരങ്ങൾ പകർന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അവസ്ഥ. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം. എന്തിനാണ്? ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 1:26 ഇങ്ങനെ പറയുന്നു, അത് പൂർവ്വകാലങ്ങളിലും തലമുറകൾക്കും മറഞ്ഞിരുന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. ആർക്കാ? ദൈവത്തിന്റെ വിശുദ്ധന്മാർക്ക്. ആഴത്തിലുള്ള മർമ്മങ്ങളെ ദൈവം തുറന്നു തരുന്നു. ഹല്ലേലൂയ. ദൈവം വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും തന്നെ എന്ന് പറയുന്നത് പോലെ ദൈവത്തെക്കുറിച്ചുള്ള മർമ്മങ്ങൾ ദൈവം തന്റെ മക്കൾക്ക് ദൈവം തുറന്നു കൊടുക്കും. ഹല്ലേലൂയ. തുറന്നു കൊടുക്കും. അത് കാലങ്ങളിൽ അത് മറഞ്ഞിരുന്നെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6:45 ഇങ്ങനെ പറയുന്നു, എല്ലാവർക്കും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവർ ആകും എന്ന് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു. പിതാവിനോട് കേട്ട് പഠിച്ചവൻ എല്ലാം എൻ്റെ അടുക്കൽ വരും. ഹല്ലേലൂയ. പിതാവിനോട് ചേർന്ന് നടക്കുവാൻ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രനിലേക്ക് വരുന്നില്ല. ഇതെല്ലാം ദൈവരാജ്യത്തിന്റെ മർമ്മമാ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിതാവിനോട് കൂട്ടായ്മ എങ്ങനെയുണ്ട്? ഹല്ലേലൂയ. ദൈവത്തിന്റെ രാജ്യത്തിന്റെ മർമ്മങ്ങളെ നമുക്ക് വേണ്ടി ദൈവം തുറന്നു തരുന്നു. എന്തിനാണ്? ഹല്ലേലൂയ. നമ്മൾ ദൈവം മക്കളായി തീരേണ്ടതിന്, നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീരേണ്ടതിന് ദൈവ
ദൈവരാജ്യത്തിന്റെ മർമ്മം, the mystery of God, the mystery of kingdom of God, the mystery of his will. ഹല്ലേലൂയ. ദൈവത്തെക്കുറിച്ചുള്ള മർമ്മം, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള മർമ്മം, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഹിതത്തിന്റെ മർമ്മം, ഇതൊക്കെ ദൈവം നമ്മളിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ഇച്ഛിക്കുന്നു. എന്തിനാ? നമ്മളൊരു സാധാരണ മനുഷ്യനല്ല, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അസാധാരണമായ മനുഷ്യനാ. The power of the mystery of the kingdom of God. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതെല്ലാം ക്രിസ്തയേശുവിൽ മറഞ്ഞിരിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ മർമ്മത്തിന്റെ ഗ്രഹവിചാരകനാകുവാൻ, ആമേൻ, ആ ഗ്രഹവിചാരകന് നമ്മൾ വിശ്വസ്തരായിരിക്കാൻ ഈ ദിവസങ്ങൾ നമ്മൾ തയ്യാറാകുമെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള മർമ്മത്തെ ദൈവം തുറന്നു തരും. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള മർമ്മത്തെക്കുറിച്ച് ദൈവം തുറന്നു തരും. 3, ദൈവത്തിന്റെ നമ്മളെക്കുറിച്ചുള്ള ഹിതത്തെക്കുറിച്ചുള്ള മർമ്മത്തെ ദൈവം തുറന്നു തരും. 3 പവർഫുൾ മിസ്റ്ററീസ്. ദൈവം ആരെന്ന് വെളിപ്പെടുത്തും. 2 ദൈവരാജ്യം എന്തെന്ന് വെളിപ്പെടുത്തും. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണത നമുക്ക് ദൈവം തുറന്നു തരും. 3 ഇതിന്റെ നടുവിൽ, ഈ ദൈവരാജ്യത്തിന്റെ നടുവിൽ നമ്മളെക്കുറിച്ചുള്ള ഹിതത്തിന്റെ മർമ്മം ദൈവം തുറന്നു തരും. ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളിൽ പരിശുദ്ധാത്മാവിൽ കൂടെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ കേട്ട തിരുവചനത്തിന്റെ മർമ്മങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ തലമുറകളിൽ ഈ മർമ്മത്തിന്റെ പൂർണ്ണതയെ തുറന്നു തരണം. ദൈവത്തെക്കുറിച്ചുള്ള മർമ്മം, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള മർമ്മം, ഞങ്ങളുടെ ഹിതത്തെക്കുറിച്ചുള്ള മർമ്മം, ഇത് ഞങ്ങൾക്ക് ദൈവം തുറന്നു തരണം. ഞങ്ങളിലും ഞങ്ങളുടെ തലമുറകളിലും, ഞങ്ങളായിരിക്കുന്ന ദേശത്ത്, ഞങ്ങൾ പാർക്കുന്ന സ്ഥലത്ത്, ഞങ്ങളുടെ കൂട്ടായ്മയിൽ, ഞങ്ങളുടെ ജോലി സ്ഥലത്ത്, നമ്മൾ എവിടൊക്കെ ആയിരിക്കുന്നു അവിടെല്ലാം കർത്താവേ, ഞങ്ങളുടെ പൂർണ്ണഹിതം തുറന്നു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം, ഞങ്ങളെ ഒരു അസാധാരണമായ മനുഷ്യനാക്കി തീർക്കുന്ന ദൈവത്തിന്റെ അത്യന്ത കൃപയ്ക്കായ സ്തോത്രം. അത്ഭുതവും അടയാളവും വീരപ്രവർത്തികളും അവിടൊക്കെ സംഭവിക്കേണ്ടതിന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വിശ്വസ്തരായ ഗ്രഹവിചാരകന്മാരാക്കി ദൈവം ഞങ്ങളെ തീർത്തിരിക്കുന്ന ദൈവത്തിന്റെ കൃപയിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. പിതാവേ, എല്ലാം അങ്ങയുടെ നാമഹത്വത്തിനാക്കി തീർക്കുന്ന ദൈവത്തിന് സ്തോത്രം. യേശുവിൻ നല്ല നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങൾ മേലും തിരുവചനത്തിന്മേലും ഇന്നു മുതൽക്കും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഗ്രഹവിചാരകൻ, വിശ്വസ്തനായ ഗ്രഹവിചാരകനായിരിക്കും. ദൈവത്തെക്കുറിച്ചുള്ള മർമ്മം, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള മർമ്മം, ദൈവരാജ്യത്തിൽ ദൈവം നമ്മളെക്കുറിച്ച്, നമ്മുടെ ഹിതത്തിന്റെ മർമ്മത്തെ നമ്മളിലും നമ്മുടെ കുടുംബത്തിലും ദൈവം തുറന്നു തന്ന് ഈ ആഴ്ച ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് ഗോഡ് ബി വിത്ത് യു.